നമസ്കാരം, ഞാൻ ജയന്താണ്. മന്ദാകിനി ആദ്യം തന്നെ പറയാം, പേരുമായിട്ട് പടത്തിന് ഒരു കണക്ഷനും ഇല്ല. എന്തിനാണ് ഒരു പേരിട്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു നോർമൽ സാധാ പടം, ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു പടം, ഒരു ചെറിയ പടം. നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഒരു OTT-യിലൊക്കെ വന്നാൽ മതി എന്നാ തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, മലയാള സിനിമയിലെ പ്രമുഖന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ലാൽ ജോസ്, ജൂഡ് ആന്റണി, പിന്നെ അൽത്താഫ്, അജയ് വാസുദേവ്, ജിയോ ബേബി, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് നമുക്ക് ഒരു ഡയറക്ടേഴ്സിനെ എല്ലാം കൂടെ വെച്ചൊരു സിനിമ ചെയ്തതാണെന്ന് പോലും ചില സമയങ്ങളിൽ തോന്നിപ്പോകും. ഒരു കല്യാണം, ഒരു നായകന്റെ കല്യാണം കഴിയുന്നു, കല്യാണ രാത്രി സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം അത് പിന്നെ ഒരു വലിയ പ്രശ്നമായി മാറുന്നു. ആ പ്രശ്നത്തിന്റെ ബാക്കിൽ നിന്നൊക്കെ പോയി ഒരു ചെറിയൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നു. അതാണ് പടം. നമുക്ക് എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ പടത്തിന് നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനായിട്ടൊന്നും ഈ ഒരു പടത്തിലൊന്നുമില്ല. നല്ലൊരു ചിത്രമാണ്, നല്ല മേക്കിംഗ് ആണ്. ഗണപതി നല്ല റോൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയ വാര്യർക്ക് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അനാർക്കലി മരക്കാറ് പുള്ളിക്കാരിക്ക് കൊടുത്ത റോളും മനോഹരമായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടൊന്നും ഈ ഒരു പടത്തിലില്ല. ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ഒക്കെ പോലെ 2-3 എപ്പിസോഡാക്കി ഇറക്കേണ്ട ഒരു ചിത്രം അല്ല. എന്തായാലും ഒരു തിയേറ്ററിൽ കാണേണ്ടതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഭയങ്കര സെറ്റപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. ഒരു കണ്ടിരിക്കാം, നോർമലായി കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ അൽത്താഫ് അറിയാലോ, നമ്മുടെ പ്രേമം സിനിമയിലൂടെ വന്ന ഒരു വ്യക്തി അൽത്താഫ് പിന്നെ പടം ഡയറക്റ്റ് ചെയ്തു. പുള്ളിയുടെ ആ ഒരു പ്രേമത്തിലെ ആ ഒരു മേരിയുടെ കൂടെ നടക്കുന്ന ആ ഒരു പയ്യന്റെ സെയിം ക്യാരക്ടർ അത് പുള്ളി ജീവിതത്തിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളി സെയിം ആ പാറ്റേൺ ഇതിലും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അതൊരു ചെറിയ ഓവറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോ അറിയാലോ, ഒരു നായകനെ സംബന്ധിച്ച് നമ്മളിപ്പോ ചെയ്യുന്ന പല വേഷങ്ങളും നമ്മളതിനേതായിട്ട് മാറേണ്ട ഒരു ക്യാരക്ടറിനനുസരിച്ച് മാറേണ്ട ഒരു ഇതുണ്ടല്ലോ ഇതില്. പക്ഷെ പ്രത്യേകിച്ച് പുള്ളി ആ ഒരു രീതിയിൽ തന്നെ ഇതിലും എല്ലാവരും പ്രത്യേകിച്ചൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാരും പോയി കാണണം, പറ്റുമെങ്കിൽ പോയി കാണണം. അങ്ങനെ ഭയങ്കര നമുക്ക് സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റുന്ന സാധനമാണ്. ജസ്റ്റ് ഒന്ന് നോക്കൊന്നൊരു. പിന്നെ അതിൽ ചില കോമഡീസ് ഉണ്ട്, ഒരു 1-2 കോമഡീസ് ഉണ്ട്. നല്ലപോലെ ചിരിച്ചു. 1-2 കോമഡീസ് നല്ലപോലെ ചിരിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതെ സിറ്റുവേഷൻ കോമഡിയാ, നല്ലപോലെ ചിരിച്ചു. അല്ല പ്രത്യേകിച്ചൊന്നും ഈ പടത്തിൽ പ്രത്യേകിച്ചൊരു തേങ്ങയും ഇല്ല എന്നുള്ള പറയുകയാണെങ്കിൽ.